ശ്രീ ആദികേശവൻ, ഇപ്പൊ കഴിഞ്ഞ ബജറ്റ് ബീഹാർ ബജറ്റ് എന്ന് വിമർശിക്കപ്പെട്ടിരുന്നു. ബീഹാർ സ്പെസിഫിക് ആയിട്ടുള്ള ധാരാളം പദ്ധതികൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ കേന്ദ്ര ബജറ്റിന് ശേഷം നടക്കുന്നത് കേരളം, തമിഴ്നാട്, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ, ആസാം, പോണ്ടിച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. അപ്പോൾ കേരളത്തിന് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിഗണന കിട്ടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അത് ചിലപ്പോൾ വലിയ പ്രഖ്യാപനങ്ങളാകാം, ഈ റാപ്പിഡ് റെയിൽ കൊറിഡോർ പോലത്തെ പ്രഖ്യാപനങ്ങളാകാം എന്നൊക്കെയുള്ള ശ്രുതി ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, പലരും ഈവൻ ഈ ശ്രീധരനെ പോലെയുള്ള ആളുകൾ പോലും അങ്ങനെ ഒരു സൂചന നൽകിയിരുന്നു. കേരളത്തിന് വലുതായി കേന്ദ്രത്തിൽ നിന്ന് എന്തോ കിട്ടാൻ പോവുകയാണെന്നുള്ളൊരു പ്രതീതി കഴിഞ്ഞ 2 ആഴ്ചയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബജറ്റ് പരിശോധിക്കുമ്പോൾ അങ്ങനെ കേരള സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല. പണ്ടും ഉണ്ടാവാറില്ല, ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു? അപ്പം ഈ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം പൊതുവെയുള്ള കേരളത്തിലെ നമ്മുടെ ചാനലുകളിലും മീഡിയയിലൊക്കെ ഉള്ള ചർച്ച, അതായത് കേരളത്തിനെ അവഗണിച്ചു, കേരളത്തിനൊന്നും കിട്ടിയില്ല എന്നുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ വിമർശനം ഞാനും കേൾക്കുകയുണ്ടായി. പക്ഷേ അഭിലാഷ്, ഈ ബഡ്ജറ്റ് ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ പോലെ ഈ ബഡ്ജറ്റ് വിട്ടിട്ട് ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഓഫ് കോഴ്സ്, അതായത് ബീഹാറും ആന്ധ്രാപ്രദേശും ഇലക്ഷന് പോകുന്നു എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം നാച്ചുറലി ആ ബീഹാർ പാക്കേജും ആന്ധ്രാപ്രദേശ് പാക്കേജും ഉണ്ടായിരുന്നു. ഇപ്പോൾ അഭിലാഷ് പറഞ്ഞതുപോലെ ബീഹാറിൽ എന്താണ്, ഈ അസംബ്ലി ഇലക്ഷന് മുമ്പായിട്ട് 10,000 രൂപ 1 കോടി സ്ത്രീകൾക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇലക്ഷനിലാക്കി ധാരാളം നടപടികൾ വിവിധ ഗവൺമെൻറ്റുകൾ എടുക്കുന്നുണ്ട്. അതിലൊന്നും എന്താണ് അഭിപ്രായ വ്യത്യാസം, ശരിയാണോ തെറ്റാണോ എന്നുള്ളതിൽ ഞാൻ കടക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അർഹരായ ആൾക്കാർക്ക് ക്യാഷ് ട്രാൻസ്ഫർ ആയാലും മറ്റെന്ത് സ്കീമായാലും ഇലക്ഷൻ വഴി അല്ലെങ്കിൽ ഇലക്ഷൻ്റെ ഒരു എന്താണ് ഇമ്പാക്റ്റ് കൊണ്ടെങ്കിലും അവർക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇത് പിന്നെ അർഹതപ്പെട്ട ആൾക്കാർക്ക് മാത്രമായിട്ട് ഇത് കിട്ടണം. ഇതിൽ വേറെ എന്തെങ്കിലും വഴിതിരിച്ച് വിടുകയോ അല്ലെങ്കിൽ അനർഹരായ ആൾക്കാരുടെ കയ്യിൽ കിട്ടുകയോ ഒക്കെ ചെയ്യാതിരിക്കണം. ഇതാണ് വെൽഫെയർ മെഷേഴ്സിനെ കുറിച്ച് എൻ്റെ പൊതുവെയുള്ള സമീപനം. ആസ് ലോങ് ആസ് ഇത് ഡിസർവിങ് ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇലക്ഷനിലാക്കിയാണെങ്കിലും അല്ലെങ്കിലും കുറേ ഈ ക്യാഷ് ട്രാൻസ്ഫേഴ്സ് ആർ ഗുഡ് ഫോർ ദി ഇക്കോണമി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇനി കേരളത്തിൻ്റെ പറഞ്ഞാൽ അഭിലാഷ്, എനിക്ക് ഒരു എന്താണ് ഇൻ പ്രിൻസിപ്പിൾ തോന്നുന്നത്, സംസ്ഥാനങ്ങളും കേന്ദ്രവും ആ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫിസ്ക്കൽ ട്രാൻസ്ഫറിൽ 16ാം ധനകാര്യ കമ്മീഷനിൽ ഇപ്പം നടപ്പാക്കി കഴിഞ്ഞു. അതിൽ പറയുന്ന കാര്യങ്ങളടക്കം അഭിപ്രായ വ്യത്യാസമുണ്ട്. കുറേയൊക്കെ ആ അനോമലി തിരുത്തപ്പെടേണ്ടതുമാണ്. ഞാൻ പറയുന്നത് എഗെയിൻ, ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പരാമർശമല്ല. സംസ്ഥാനങ്ങൾ മൊത്തത്തിലും കേന്ദ്രവും കൂടിയിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം അനോമലീസും ധാരാളം തിരുത്തേണ്ട കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1-2 ഉദാഹരണം ഞാൻ പറയാം അഭിലാഷ്. ഇപ്പോൾ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ധനക്കമ്മിയുടെ കാര്യം എടുക്കും. FRBF ഇത് എഗെയിൻ ഇവിടെ നമ്മൾ ഈ എന്താണ് രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചാ വേദിയിൽ ഇത് പറയുമ്പോൾ ഇത് ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കെതിരായി എന്നുള്ള ദയവ് ചെയ്ത് അങ്ങനെ ഉള്ള ഒരു വ്യാഖ്യാനം ഇത് കേൾക്കുന്ന ആൾക്കാരും ഒന്നും കൊടുക്കരുത്. പക്ഷേ ധനക്കമ്മി 3% ആക്കണം എന്നുള്ളത് അഭിലാഷ് നമ്മുടെ FRBM ആക്ട് 2003 കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും പൊതുവെ നിർദ്ദേശിച്ച ഒരു മാൻഡേറ്ററി എന്താണ് ടാർഗറ്റാണ് 3%. അത് 2003 തുടങ്ങി നമ്മൾ 2026 നിൽക്കുമ്പോഴും സംസ്ഥാനങ്ങളിൽ കുറച്ച് സംസ്ഥാനങ്ങളെങ്കിലും ആ 3%-ൽ താഴെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്രത്തിൻ്റെ ധനക്കമ്മി കഴിഞ്ഞ വർഷം, അതായത് 25-26 4.4, അടുത്ത വർഷം 4.3. പക്ഷേ സംസ്ഥാനങ്ങളുടെ വരുമ്പോൾ അത് 3% കടക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അതായത് ധനക്കമ്മിയെക്കുറിച്ചൊരു ആക്ട് പറയുന്നത് 3 എന്നുള്ളത് കേന്ദ്രത്തിനും ബാധകമാണ്, സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ അത് തുടങ്ങിയുള്ള അനോമലീസ് പൊതുവെയുള്ള ഇതൊരു പ്രശ്നം. ഇത് എഗെയിൻ ഇത് പറയുമ്പോൾ ഈ ഇന്നാളെ ഫേവർ ചെയ്തു എന്നുള്ള അതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു എന്താണ് ആശങ്ക. പക്ഷേ അഭിലാഷ്, ഇപ്പം കേന്ദ്രം കൊണ്ടുവരുന്ന പദ്ധതികൾ അത് ഫുള്ളി ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, ആ പദ്ധതി എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതെല്ലാം കേന്ദ്രം തന്നെ തീരുമാനിക്കുന്നു. എന്നിട്ട് പദ്ധതി നടപ്പിലാക്കേണ്ടി വരുമ്പോൾ സംസ്ഥാനത്തിൻ്റെ വിഹിതമായിട്ട്
സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ സെൻട്രലി സ്പോൺസേർഡ് സ്കീമിൽ 60% അല്ലെങ്കിൽ 50% ഒക്കെ അവർ കേന്ദ്രം എടുക്കും. ഒരു പാർട്ടിയല്ല കേന്ദ്രം. സംസ്ഥാനങ്ങൾ ബാക്കിയുള്ളത് എടുക്കണം. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ സംസ്ഥാനവും അഭിലാഷ് കേന്ദ്രവുമാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടി പങ്കാളിത്തം വേണ്ടുന്ന ഒരു പദ്ധതി നിങ്ങൾ യൂണിലാറ്ററലായിട്ട് നിങ്ങൾ തീരുമാനിച്ചു ഈ പദ്ധതി നടപ്പിലാക്കും, ഇന്ന കാര്യങ്ങളാണ്, എൻ്റെ വിഹിതം 60 രൂപ, നിങ്ങളുടെ വിഹിതം 40 രൂപ, തീർച്ചയായിട്ടും അനോമലിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ഫിസ്ക്കൽ ബന്ധത്തിനെയും കേരളം എന്ന് മാത്രം കാണാതെ മൊത്തത്തിലൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഞാൻ അംഗീകരിക്കും. പക്ഷേ കേരളത്തിന് അവഗണന എന്ന് പറയുന്നത് അഭിലാഷ് ഒരിക്കലും യുക്തിക്ക് യോജിച്ചതല്ല. ശ്രീ ഗോപാലകൃഷ്ണൻ BJP പാർട്ടിയുടേതാണ്. അഭിലാഷിന് ആ ഫിഗർ അറിയുകയും ചെയ്യാം. 15ാം ധനകാര്യ കമ്മീഷനിൽ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ആക്ച്വലി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുക്കാനേ പാടില്ലായിരുന്നു. എന്ന് വെച്ചാൽ സംസ്ഥാനത്തിന്റെ കഴിവുകേട് കൊണ്ട് റവന്യൂ കമ്മി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്തിട്ട് ആ റവന്യൂ കമ്മി പൂർണ്ണമായിട്ടും കേന്ദ്രത്തിൽ നിന്നും കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് 15ാം ധനകാര്യ കമ്മീഷന്റെ. അതുമൂലം കേന്ദ്രത്തിന് കിട്ടി, കേരളത്തിൽ 33,000 34,000 കിട്ടി, ബംഗാളിന് കിട്ടി, അതൊക്കെ പോട്ടെ. പക്ഷേ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുത്തപ്പോൾ അപ്പോൾ ആ ഇതിൽ വിവേചനമില്ലല്ലോ അഭിലാഷ്. രണ്ടാമത്തത് കേന്ദ്രത്തിന്റെ ഇപ്പോൾ ഈ 16ാം ധനകാര്യ കമ്മീഷന്റെ കാര്യം തന്നെ എടുക്കൂ. അവർ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടൊരു കമ്മീഷനെ നിയമിക്കുന്നു. ആ കമ്മീഷൻ 4-5 പാരാമീറ്റേഴ്സ് ഡിറ്റർമിൻ ചെയ്യുന്നു ആഫ്റ്റർ വൈഡ് കൺസൾട്ടേഷൻസ്. ഇവിടെയും വന്നിരുന്നു. പിന്നെ മൊത്തത്തിലുള്ള ഒരു കൺസെൻസസിന്റെ അടിസ്ഥാനത്തിൽ ആ പാരാമീറ്റർ ഉണ്ടാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും യൂണിഫോം ആയിട്ട് അത് അപ്ലൈ ചെയ്യുന്നു. ആ വിഹിതം കിട്ടുന്നു. അത് അപ്ലൈ ചെയ്തപ്പോഴും നമ്മുടെ ഒരു തൃപ്തികരമായ കാര്യം, എനിക്ക് തോന്നുന്നത് കേരളത്തിന് സന്തോഷിക്കാവുന്ന ഒരു കാര്യം, ഈ 1.925 1.92 നിന്നും 2.38 വരെ കൂടിയതുകൊണ്ട് 36,500 കോടി നമുക്ക് കിട്ടി. നല്ല കാര്യമല്ലേ? ഇനി അഭിലാഷ്, ഈ പദ്ധതികളുടെ കാര്യം എടുത്താൽ ശരിക്കും ബഡ്ജറ്റിനെ കേരളവും മറ്റുള്ള സംസ്ഥാനങ്ങളും അപ്രോച്ച് ചെയ്യേണ്ടത് അതെ 2.38 to 2.4 ആയിട്ട് ഉയർന്നു. ശരിക്കും പറഞ്ഞാൽ അഭിലാഷ്, ഇനി ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 2,000-2,500 ആയാൽ 190 ഏകദേശം 25% അഭിലാഷ് ഇൻക്രീസ് ആണ്. അതുപോട്ടെ, ഒരേ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നമ്മൾ ശരിക്കും കേരളവും മറ്റുള്ള സംസ്ഥാനങ്ങളും ഈ വികസനത്തിൽ ഊന്നിക്കൊണ്ട് സാധ്യമായത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ബഡ്ജറ്റ് എന്തായാലും വന്നു. ഈ ചർച്ചയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അഥവാ വാദത്തിന് വേണ്ടി ഞാൻ അംഗീകരിക്കുകയാണെന്ന് വെക്കൂ, കേരളത്തിനോട് അവഗണനയുണ്ട്, കേരളത്തിനെ അവഗണിച്ചു, ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മൾ നോക്കേണ്ടത് ഈ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്ത എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ നേട്ടത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താം. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അഭിലാഷ്. ഈ IT സർവീസസ് ചെയ്യുന്ന കമ്പനികൾക്ക് ക്ലൗഡ് സർവീസസ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രം സെറ്റപ്പ് ചെയ്യുന്ന സെന്റേഴ്സിന് അഭിലാഷ് ശ്രദ്ധിച്ചു 2047 വരെ 0 ടാക്സ്. ഇപ്പൊ മൈക്രോസോഫ്റ്റ് ആന്ധ്രാപ്രദേശിൽ 10 ബില്യണോ എന്തോ അനൗൺസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇതേപോലത്തെ കമ്പനികളെ നമ്മുടെ ടെക്നോ പാർക്കും IT മേഖലയിൽ നമുക്കൊരു മേൽക്കോയ്മ നേരത്തെ ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ നമ്മളെ ഓവർടേക്ക്. എന്നാലും അപ്പൊ ഈ ഒരു പ്രൊവിഷൻ നമുക്ക് സംസ്ഥാനത്തിന് ഗുണകരമായിട്ട് മാറ്റാം. രണ്ടാമത്തത് ഈ GCC ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ, നമ്മുടെ ശ്രീ രാജീവ് ഈ ഇടയ്ക്ക് ഇതിൽ പോയല്ലോ, ഡാവോസിൽ പോയപ്പോൾ ഒരു അമേരിക്കൻ കമ്പനിയുമായിട്ട് നമ്മൾ ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സിന് അവർ പേരന്റ് കമ്പനി അവരുടെ വിദേശ കമ്പനിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ വിദേശ കമ്പനി ഇവരെ ബില്ല് ചെയ്യും. ആ ബില്ല് ചെയ്യുന്നതിന് ഒരു സിംഗിൾ റേറ്റ്, അതാണ് ഈ സേഫ് ഹാർബർ റേറ്റ് 15.5. ആ 15.5 എത്രയാണ്? 2,000 കോടി ടേൺ ഓവർ വരെ ഒരു ചോദ്യവുമില്ലാതെ 15.5 ആയിരിക്കും എന്ന് പറയുന്നത് ഈ മാതിരി ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ സെറ്റപ്പ് ചെയ്യാനായിട്ട് പ്രോത്സാഹനമായിട്ട് അതൊരു സാധ്യതയാണ് ആ സാഹചര്യം എന്ന് അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നു. ശരി.